തിരുവനന്തപുരത്ത് കൈതമുക്കിൽ തീപിടിച്ച കെട്ടിടത്തിൽ നിന്ന് കുട്ടികളെ സാഹസികമായി രക്ഷപ്പെടുത്തിയ ഫയർഫോഴ്സിന്റെ വാർത്തയും ഇന്ന് നമ്മൾ കണ്ടു. 2ാം നിലയിൽ കുടുങ്ങിയ കുട്ടികളെയാണ് വീടിന്റെ ജനൽ പൊളിച്ച് അകത്ത് കടന്ന് രക്ഷപ്പെടുത്തിയത്. MJ പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. MJ പ്രതീഷ്, എങ്ങനെയാണ് ഇവർ ഉള്ളിൽ പെട്ടതും പിന്നീട് രക്ഷിച്ചെടുത്തതും? തിരുവനന്തപുരം കൈതമുക്കിലെ ഈ കാണുന്ന വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. ഈ വീടിന്റെ 1ാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഈ തീപിടുത്തമുണ്ടായി ഇപ്പോൾ ഫയർഫോഴ്സ് തീ അണച്ചതിന്റെ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണുന്നത്. മുകളിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തന്നെ ഫയർഫോഴ്സ് താഴേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഭാഗത്തു കൂടിയാണ് ആദ്യം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇതിന്റെ പ്രധാന വാതിലിന് സമീപത്തുള്ള ഈ സ്റ്റെയർകേസ് വഴിയാണ് ഈ രക്ഷാപ്രവർത്തകർ, ഈ നാട്ടുകാരും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവർ ഈ മുകളിലത്തെ നിലയിലേക്ക് എത്തുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇതിന് ഭീകരാവസ്ഥ മനസ്സിലായത്. അകത്ത് നല്ലതായിട്ട് കത്തുന്നുണ്ടായിരുന്നു. 2 കുഞ്ഞുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവർ പേടിച്ച് ബാത്റൂമിനകത്ത് കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിന്ന് വിളിച്ചപ്പോൾ അവർക്ക് ധൈര്യം വന്നു. അവർ പുറത്തു വന്ന് നമ്മൾ 2 പേര് കയറി അവരെ എടുത്ത് ലാഡറിൽ കൂടെ ഇറക്കി താഴെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഈ റൂമിൽ ഈ ബാത്റൂമിൻ്റെ അകത്തായിരുന്നു പിള്ളേർ. ഇവർ ഈ കഥ കടച്ചിരിക്കുകയാണ്. അതെ, കഥ കടച്ച് പിള്ളേർ അത്യാവശ്യം സേഫ് ആയിരുന്നു. അപ്പം ഞാൻ ഈ റൂമിൽ അത്യാവശ്യം എൻ്റർ ചെയ്തപ്പോൾ നല്ല പുക പടലങ്ങളായിരുന്നു. അതിനിടയ്ക്ക് ഈ ഗ്ലാസ്സൊക്കെ ഏതാണ്ട് അവർ തുറന്നു. അത്യാവശ്യം തുറന്ന് ഗ്ലാസ്സൊക്കെ പുകയൊക്കെ പോകുന്ന ടൈമിൽ അത്യാവശ്യം നല്ല പുകയായിരുന്നു. ഈ കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ ആദ്യം അറിഞ്ഞു? മക്കളെ എന്ന് വിളിച്ചുന്ന ടൈമിൽ നമുക്ക് അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ടൈമിൽ പിള്ളേർ ഇവിടുന്ന് റെസ്പോണ്ട് ചെയ്തു. കുട്ടികളുടെ അമ്മ ഈ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ആ താഴെയായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് അപ്രതീക്ഷിതമായാണ് ഇവിടെ നിന്ന് ഈ തീ പടരുകയും വലിയ ഒരു പുകപടലം ഇവിടെ ഉണ്ടാവുകയും ചെയ്തത്. ഈ കുട്ടികളൊക്കെ തന്നെ ആ സമയത്ത് ഈ മുറിയിലായിരുന്നു എന്നതാണ് നമുക്ക് ഈ മുറി ഇവിടെ വന്ന് കാണുമ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ മനസ്സിലാകുന്നത്. കുട്ടികൾ ഒരുപക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താകാം ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടാവുകയും വലിയ പുക ഇവിടെ നിറയുകയും ചെയ്തത്. പക്ഷേ കുട്ടികളുടെ ഭാഗത്ത് നിന്നും ഒരു സമയോചിതമായ ഇടപെടൽ ഉണ്ടായി. തീപിടുത്തം ഉണ്ടായി എന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെട്ടതോടുകൂടി തന്നെ അവർ ഈ മുറിക്ക് സമീപമുള്ള ബാത്റൂമിൽ കയറുകയും ഈ കതക് അടയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഈ വലിയ പുക ഈ ബാത്റൂമിന് ഉള്ളിലേക്ക് കയറിയില്ല. അങ്ങനെ ഉടനെ തന്നെ ഫയർഫോഴ്സ് എത്തുകയും കുട്ടികളെ സാഹസികമായി തന്നെ ഈ മുറിയിലേക്ക് കയറി ബാത്റൂമിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആശ്വാസകരമായ കാര്യം അവരുടെ ആരോഗ്യനിലയിൽ മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നതാണ് പ്രാഥമികമായി ഫയർഫോഴ്സ് നൽകുന്ന വിവരം. താങ്ക് യു പ്രതീഷ്. MJ പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.